കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനെ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിലെ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം ഏതാണ്? അധ്യാപകൻ ചോദിച്ചു. എല്ലാവരും ജീവിതത്തിലെ നേട്ടങ്ങളെയും വിജയങ്ങളെയും കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ മറുപടി വ്യത്യസ്തമായിരുന്നു. തെറ്റു ചെയ്യാൻ അതിശക്തമായ തോന്നലുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച നിമിഷത്തെ ഓർക്കുമ്പോഴാണ് എനിക്ക് അഭിമാനം തോന്നുന്നത്. നേട്ടങ്ങളിൽ നമ്മുടെ പ്രതിഭ വെളിപ്പെടും, പക്ഷേ അതിജീവിച്ച പ്രലോഭനങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും 80കളിലും 90കളിലും ഒക്കെ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വളർന്ന ആ കാലഘട്ടം ഇന്ന് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, ടെക്സ്റ്റ് മെസ്സേജുകളില്ലാതെ വീടിൻ്റെ വാതിലുകളിൽ പോയി മുട്ടിയ ഒരു സൗഹൃദ കാലം, ശനിയാഴ്ചകളിലെ പ്രഭാതത്തിൽ ഒരുമിച്ചിരുന്ന് കണ്ട കാർട്ടൂണുകൾ, അന്ന് സ്ക്രോൾ ചെയ്യാൻ റീലുകളില്ല, യൂട്യൂബില്ല, കാസറ്റ് ടേപ്പിൽ ഒരുമിച്ചിരുന്ന് പാട്ട് കേട്ട വൈകുന്നേരങ്ങൾ, ഏതെങ്കിലുമൊക്കെ റബ്ബർ തോട്ടത്തിലും പാടത്തും ക്രിക്കറ്റ് കളിച്ച മഴ നനഞ്ഞ ആ കാലഘട്ടം, ഞായറാഴ്ചകളിലെ 4 മണി സിനിമ, അങ്ങനെ ഓർമ്മകൾ ഒത്തിരിയുണ്ട്. 80-90 കാലഘട്ടത്തിൽ ജനിച്ചവർ ഒരു പാലം പോലെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ടെക്നോളജി ഇല്ലാത്ത ലൈഫ് അവസാനം എക്സ്പീരിയൻസ് ചെയ്തവർ, അങ്ങനെ വന്ന ടെക്നോളജി ആദ്യമായി ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തവരും ഈ ആൾക്കാരാണ്. STD ബൂത്തുകളിൽ നിന്ന്, കോയിനിട്ട് വിളിക്കുന്ന ഫോണിൽ നിന്ന്, കീപാഡ് ഫോണിലേക്ക്, സ്മാർട്ട് ഫോണിലേക്ക്, ഐപാഡിലേക്ക് ഈ ലോകം മാറുന്നത് നിങ്ങളിങ്ങനെ കണ്ടു നിന്നു. നിങ്ങൾ അറിഞ്ഞു ഈ ലോകം വേഗത്തിൽ മാറുന്നത്, ലോകം അല്പം കൂടി ലൗഡറാകുന്നത്, ഈ മാറ്റത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റാത്തത് എല്ലാം അറിഞ്ഞു. എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ്, അതാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഇന്നത്തെ ജെൻസിയോടും നിങ്ങൾക്ക് കൂട്ടുണ്ട്. നിങ്ങളുടെ അച്ഛന്മാരുടെ കൂട്ടുകാരും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് 80കളിലും 90കളിലും ജനിച്ചവർ ഒരു സന്തോഷം നിറഞ്ഞ വേദന ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഒരു നീറ്റൽ, അതിനെ നൊസ്റ്റാൾജിയ എന്നൊക്കെ വിളിക്കാം. കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ നൊസ്റ്റാൾജിയ, അതിന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ 2 ലോകം കൊണ്ട് നടക്കുന്നുണ്ട്. ഒന്നോർത്ത് നോക്കിക്കേ, ഇന്നും പച്ചകടാറ നിൽക്കുന്ന നിങ്ങളുടെ ആ പഴയ ഓർമ്മ, നൊസ്റ്റാൾജിയ. 2010 സ്നേഹമായി എന്നുയിരിൻ നാളമായി ഇരുളിൽ വീഴാതെ ഇന്നെന്നെ കാക്കേണം ഇന്നിൻ ചാരയായി എന്നും മാറിലായി ഇന്നിൻ മാനസേ Download ShareChat. പ്രിയ സുഹൃത്തുക്കളെ, ഒരു ദിവസം സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത് ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി. ചില കുട്ടികൾ വരാന്തയിലിരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുകയായിരുന്നു. അവർ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ ബിസ്ക്കറ്റ് പൊടികൾ നിലത്ത് വീണ് കിടന്നു. അപ്പോഴാണ് ഞാനൊരു മനോഹരമായ കാഴ്ച കണ്ടത്.
ഒരു ചെറിയ ഉറുമ്പ് അവിടേക്ക് വന്നു. അത് ആ പൊടികൾ കണ്ടു. പക്ഷേ ആ ഉറുമ്പ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. അത് തിരികെ ഓടി. ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതേ ഉറുമ്പ് ഒറ്റയ്ക്കല്ല തിരിച്ചു വന്നത്. അതിൻ്റെ കൂടെ വേറെയും നിരവധി ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാവരും ഒരുമിച്ച് ആ ബിസ്ക്കറ്റ് പൊടികൾ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ചെറിയ ഉറുമ്പിന് പോലും അറിയാം എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റേത് മാത്രമല്ല, അത് മറ്റുള്ളവരുടെയും കൂടിയാണ് എന്ന്. പക്ഷേ മനുഷ്യരായ നമ്മൾ എത്ര പ്രാവശ്യം അങ്ങനെ ചിന്തിക്കുന്നു? നമുക്ക് ലഭിക്കുന്ന അറിവ്, അവസരം, സന്തോഷം, സമ്പത്ത്, സ്നേഹം ഇവയിൽ എത്രയാണ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്? ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നാം എത്ര നേടിയെന്നതല്ല, നാം എത്ര പേരെ കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ്. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരി തെളിയിച്ചാൽ അതിൻ്റെ വെളിച്ചം കുറയുന്നില്ല. അതുപോലെ നാം പങ്കുവെക്കുന്ന സ്നേഹവും നന്മയും ഒരിക്കലും കുറയില്ല, അത് വളരുകയുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഉറുമ്പുകൾ പോലും പഠിപ്പിക്കുന്നത് ഒരുമയുടെ പാഠമാണ്. നമുക്ക് കിട്ടുന്നതിൽ നിന്ന് മറ്റൊരാൾക്കും ഒരു പങ്ക് നൽകാൻ പഠിക്കാം. കാരണം ജീവിതത്തിൻ്റെ യഥാർത്ഥ മഹത്വം സ്വന്തമാക്കുന്നതിലല്ല, പങ്കുവെക്കുന്നതിലാണ്. പങ്കുവെക്കുന്ന ഹൃദയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, പ്രതീക്ഷകൾ സ്പർശിക്കുന്നു. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നത് നിർത്തുന്നു. ആരാണ് കൂടുതൽ അപകടകാരി? ഒന്നും കാണാത്തൊരു നേതാവോ അതോ ചിന്തിക്കാതെ അദ്ദേഹത്തെ പിന്തുടരുന്ന അനുയായികളോ? ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. വളരെ ഇരുണ്ടൊരു രാത്രി കാട്ടിലെ ഒരു വലിയ മരക്കൊമ്പിൽ മൂങ്ങയിരിക്കുകയായിരുന്നു. അതിന്റെ താഴെ കൂടെ രണ്ടരികൾ വളരെ നിശബ്ദമായി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് മൂങ്ങ അവരോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും എവിടേക്കാണ് പോകുന്നത്? എലികൾ ഞെട്ടിപ്പോയി. ഈ കൊടിയ ഇരുട്ടിൽ പോലും ഇയാളെങ്ങനെ നമ്മളെ കണ്ടു? അവർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ നിർത്തിയില്ല. കാട് മുഴുവൻ അവരൊരു വാർത്ത പ്രചരിപ്പിച്ചു. ആ മൂങ്ങ സാധാരണക്കാരനല്ല. ആ വാർത്ത പക്ഷികളുടെ രാജാവിന്റെ ചെവിയിലും എത്തി. സത്യം എന്താണെന്ന് അറിയാൻ രാജാവ് അടുത്ത രാത്രി നേരിട്ട് മൂങ്ങയുടെ അടുത്തെത്തി. അദ്ദേഹം ചോദിച്ചു, എന്റെ കയ്യിൽ എത്ര വിരലുകളാണ് ഉയർന്നിരിക്കുന്നത്? മൂങ്ങ കൃത്യമായ ഉത്തരം പറഞ്ഞു. വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും ശരിയായ ഉത്തരങ്ങൾ. രാജാവിന് സംശയം മാറി. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഈ മൂങ്ങയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാൻ. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആളുകൾ അവനെ ബഹുമാനിക്കാൻ തുടങ്ങി, പിന്നീട് ആരാധിക്കാൻ തുടങ്ങി, അവസാനം ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പകൽ സമയത്ത് നടക്കുന്ന ഒരു വലിയ യോഗത്തിലേക്ക് മൂങ്ങയെ ക്ഷണിച്ചു. പക്ഷേ ആർക്കും അറിയാത്തൊരു സത്യമുണ്ടായിരുന്നു. മൂങ്ങയ്ക്ക് രാത്രിയിൽ അസാധ്യമായി കാണാൻ കഴിയും, എന്നാൽ പകൽ വെളിച്ചത്തിൽ അവന് വ്യക്തമായി കാണാൻ കഴിയില്ല. അവൻ നടന്നു പോകുമ്പോൾ മരങ്ങളിൽ തട്ടി, കല്ലുകളിൽ ഇടറി, പലതവണ വീണു. പക്ഷേ അനുയായികൾ എന്താണ് കണ്ടത്? നോക്കൂ, എത്ര വിനയം, എത്ര ശാന്തത! ഒരു മഹാൻ മാത്രമേ ഇങ്ങനെ നടക്കൂ. സത്യം കാണുന്നതിന് പകരം അവർ സ്വന്തം വിശ്വാസമാണ് കണ്ടത്. അങ്ങനെ എല്ലാവരും അവന്റെ പിന്നാലെ നടന്നു. നടന്ന് ഒരു ഹൈവേയുടെ നടുവിലെത്തി. അപ്പോൾ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന കഴുകൻ ഉറക്കെ വിളിച്ചു, നിർത്തൂ, തിരിച്ചു പോകൂ, ഒരു ട്രക്ക് വരുന്നു. പക്ഷേ അനുയായികൾക്ക് അത് മുന്നറിയിപ്പായി തോന്നിയില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ സംശയിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അടുത്ത നിമിഷം അതിവേഗത്തിൽ വന്ന ഒരു ട്രക്ക് മൂങ്ങയെയും അവനെ അന്ധമായി പിന്തുടർന്ന എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചു. ഇത് വെറുമൊരു കാട്ടിലെ കഥയല്ല, നമ്മുടെ സമൂഹത്തിൽ ദിവസവും സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി നമ്മളുടെ ഭയങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ പ്രതീക്ഷകൾ സ്പർശിക്കുന്നു, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യുന്നത് നിർത്തുന്നു, ചിന്തിക്കുന്നത് നിർത്തുന്നു, അന്ധമായി പിന്തുടരാൻ തുടങ്ങുന്നു. ക്രിയേറ്റ് എ കൾട്ട് ലൈക്ക് ഫോളോയിങ്. അതായത് ആളുകൾ നിങ്ങളെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക. ഇതൊരു ശക്തമായ അധികാര തന്ത്രമാണ്. പക്ഷേ ഈ കഥയുടെ സാരാംശം എല്ലാവരെയും സംശയിക്കണമെന്നല്ല, ആരെയും അന്ധമായി വിശ്വസിക്കരുതെന്നാണ്. ഒരാൾ നിങ്ങളെ പുകഴ്ത്താം, നിങ്ങളെ പ്രത്യേക വ്യക്തിയായി തോന്നിപ്പിക്കാം, നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് പറയാം. പക്ഷേ അവരുടെ വാക്കുകൾ മാത്രം നോക്കരുത്, അവരുടെ പ്രവൃത്തികളും നിരീക്ഷിക്കണം. കാരണം നിങ്ങളെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും തടയുന്ന വ്യക്തിക്ക് ഒരു ദിവസം നിങ്ങളെ നിയന്ത്രിക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക, നിങ്ങളുടെ സ്വന്തം വിവേകം ഉപയോഗിക്കുക. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മറ്റൊരാൾ തീരുമാനിക്കാൻ തുടങ്ങും. ഈ കഥയിൽ യഥാർത്ഥ അന്ധൻ ആരാണ്? മൂങ്ങയോ അവനെ ചോദ്യം ചെയ്യാതെ പിന്തുടർന്ന അനുയായികളോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്. ആരാണ് കൂടുതൽ അപകടകരൻ?
ചുറ്റിനുമുള്ള മനുഷ്യരൊക്കെയും അഭിനയിക്കുകയാണെന്ന് സങ്കടത്തോടെ തിരിച്ചറിയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളും അഭിനയിക്കുകയാണ്. അഭിനയിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യം. ബന്ധങ്ങൾ പലതും നിലനിൽക്കുന്നത് നമ്മളും അങ്ങനെ അഭിനയിക്കുന്നത് കൊണ്ടല്ലേ? ചിലതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നമ്മൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ പല ബന്ധങ്ങളും എന്നേ തകർന്നേനെ. പല ബന്ധങ്ങളും കാറ്റിലയുന്ന ഒരു വിളക്കുതിരി പോലെയാണ്. ഏതു നിമിഷവും അത് കെട്ടുപോയേക്കാം. ആ വെളിച്ചം അണയാതെ കാത്തു സൂക്ഷിക്കുന്നത് പലപ്പോഴും നമ്മൾ നടത്തുന്ന നിശബ്ദമായ അഭിനയങ്ങളാണ്. ആ അഭിനയം കാപട്യമല്ല. വേർപിരിയലിൻ്റെ വേദന താങ്ങാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു രക്ഷാകവചമാണത്. നമ്മുടെ കണ്ണുകൾ പലതും കാണുന്നുണ്ട്, നമ്മുടെ ചെവികൾ പലതും കേൾക്കുന്നുണ്ട്. അതൊക്കെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കി വെച്ച് ഒന്നുമറിയാത്തവരെ പോലെ നടന്നു നീങ്ങാൻ ഇത്തിരിയൊന്നും അഭിനയിച്ചാൽ പോരല്ലോ. വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത സ്നേഹക്കൂടുകളൊക്കെ ഒരു ചിലന്തിവല പോലെ തകർന്നു പോകാതിരിക്കാനുള്ള വലിയ അഭിനയങ്ങളാണ് നമ്മൾ നടത്തുന്നത്. പുകയുന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ പണിതുയർത്തിയിരിക്കുന്ന മനോഹരമായൊരു കൊട്ടാരമാണ് പലരുടെയും ജീവിതം. അകം തിളച്ചുമറിയുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുകളിൽ ഇരുന്നു കൊണ്ട് പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരി അഭിനയിക്കുകയാണ്. മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കാനും ബന്ധങ്ങൾ തകരാതിരിക്കാനും സ്വന്തം നെഞ്ചിലേക്ക് മുള്ളുകൾ വലിച്ചു കയറ്റി വിഡ്ഢിവേഷം അഭിനയിക്കുകയാണ് നമ്മളിൽ പലരും. ആൾക്കൂട്ടങ്ങളിൽ അഭിനയിച്ച് തകർക്കുകയും തനിച്ചാകുമ്പോൾ മാത്രം ഒരു മഴ പോലെ പെയ്തിറങ്ങുകയും ചെയ്യുന്നവർ. തകർന്നു പോയേക്കാവുന്ന ബന്ധങ്ങളെ താങ്ങി നിർത്താൻ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി അഭിനയിക്കുന്നു. ഈ അഭിനയങ്ങൾക്കിടയിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ നനവ് അവശേഷിക്കുന്നുണ്ട്. അത്തരം അഭിനയമുള്ളതുകൊണ്ടാണ് ഇന്നും ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ ചെറിയ തുരുത്തുകൾ പലതും അവശേഷിക്കുന്നത്. കണ്ടില്ലെന്ന് നടിച്ചും കേട്ടില്ലെന്ന് നടിച്ചും നമുക്കിനിയും ഈ നാടകം തുടരാം. കാരണം തനിച്ചായി പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ഇത്തിരി തോറ്റു കൊടുക്കുന്നത്. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. നമുക്കിനിയും അഭിനയം തുടരാം. മനുഷ്യജീവിതം ഒരു പുസ്തകമാണെങ്കിൽ അതിൻ്റെ താളുകളിലുടനീളം പടർന്നു കിടക്കുന്ന മഷിപ്പടപ്പുകളാണ് ഓർമ്മകൾ. ചില ഓർമ്മകൾ ശാന്തമായ നീരുറവ പോലെയാണ്. അതങ്ങനെ മനസ്സിൻ്റെ കോണുകളിലൂടെ മെല്ലെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനിടയിൽ മറ്റു ചില ഓർമ്മകളുണ്ട്. പെട്ടെന്നൊരു നാൾ പെയ്തു തുടങ്ങുന്ന കർക്കടകം പെരുമഴ പോലെ. ഒരിക്കൽ പെയ്തു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഭാവമില്ലാതെ മനസ്സിൻ്റെ അതിരുകളെല്ലാം ഭേദിച്ച് അതങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ആ പെയ്ത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറവിയുടെ വലിയ കുട ചൂടിയാലും അതിൻ്റെ ഒരു തുള്ളി പോലും നമ്മളെ നനയ്ക്കാതിരിക്കില്ല. കാലം എത്ര മുന്നോട്ട് സഞ്ചരിച്ചാലും ചില നിമിഷങ്ങളെയും ചില മനുഷ്യരെയും ഹൃദയത്തിൽ നിന്ന് അത്ര എളുപ്പമൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. ഒരു പഴയ പാട്ട് കേൾക്കുമ്പോഴോ പരിചിതമായ ഒരു സുഗന്ധം വായുവിൽ പടരുമ്പോഴോ ആരുമില്ലാത്തൊരു സായാന്തനത്തിൽ ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ആയിരിക്കും ഈ ഓർമ്മപ്പെയ്ത്തിൻ്റെ തുടക്കം. വേനലിൽ ഉണങ്ങി വരേണ്ട ഭൂമിയിലേക്ക് മഴയുടെ ആദ്യ തുള്ളികൾ പതിക്കുമ്പോൾ മണ്ണ് ആർത്തിയോടെ ആ വെള്ളം കുടിച്ചിറങ്ങുന്നത് പോലെ ഓർമ്മപ്പെയ്ത്തിൻ്റെ തുടക്കത്തിൽ ഈ ഓർമ്മകളിൽ അഭയം തേടും. ചിലപ്പോൾ ആശ്വാസം കണ്ടെത്തും. പക്ഷേ ആ മഴ പെയ്ത് ഒരു പ്രളയമായി മാറുമ്പോൾ നമ്മൾ അതിൽ മുങ്ങിപ്പോകും. അതിൽ നിന്ന് പുറത്തു കടക്കാൻ കൈകാലിട്ടടിക്കും. വിരഹത്തിൻ്റെയോ നഷ്ടബോധത്തിൻ്റെയോ കടന്നുപോയ ചില നിമിഷങ്ങളുടെയോ ചില മനുഷ്യരുടെയോ ഒക്കെയാകാം ആ ഓർമ്മകൾ. ആ ഓർമ്മകൾ നമ്മളെ ഭൂതകാലത്തിൻ്റെ തടവുകാരാക്കി മാറ്റും. പെരുമഴയത്ത് നനയാതിരിക്കാൻ കുട നിവർത്തുന്നത് പോലെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറവിയുടെ കുട ചൂടാൻ ശ്രമിച്ചാലും. ഓർമ്മകളുടെ പെയ്ത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് കാറ്റിനൊപ്പം ദിശ മാറുന്ന മഴയാണ്. നേരെ പിടിച്ച കൂടയ്ക്കുള്ളിലേക്ക് അപ്രതീക്ഷിതമായി അടിച്ചു കയറുന്ന മഴത്തുള്ളികൾ പോലെ. മറവിയുടെ പ്രതിരോധങ്ങളെ ഭേദിച്ചുകൊണ്ട് ആ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ നനയ്ക്കുക തന്നെ ചെയ്യും. ഒടുവിൽ ആ കുടയും കൈവിട്ട് പെയ്യുന്ന മഴയിലേക്ക് സ്വയം ഇറങ്ങി നടക്കാൻ നമ്മൾ നിർബന്ധിതരാകും. പെരുമഴ കഴിഞ്ഞാലും അന്തരീക്ഷത്തിൽ ഒരു തണുപ്പും മരച്ചില്ലുകളിൽ നീർത്തുള്ളികളും ബാക്കിയുണ്ടാകുമല്ലോ. അതുപോലെ ഈ ഓർമ്മപ്പെയ്ത്ത് അവസാനിച്ചാലും മനസ്സിൻ്റെ കോണുകളിൽ എവിടെയോ ആ നനവ് പിന്നെയും ബാക്കിയുണ്ടാകും. ഓർമ്മകളില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർ ചില്ലകളിൽ ഇലകളില്ലാത്ത ഉണങ്ങിയ മരം പോലെയാണ്. അതുപോലെ ഈ ഓർമ്മപ്പെയ്ത്തുകൾ അവ നമ്മളെ വേദനിപ്പിച്ചാലും മനസ്സ് മരവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണല്ലോ.
വേദനിപ്പിക്കുന്നതായാലും സന്തോഷിപ്പിക്കുന്നതായാലും ഓർമ്മകൾ ഉണ്ടായിരിക്കട്ടെ. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. ഒരു ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ